إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا أدى الأمانة وبلغ الرسالة ونصح الأمة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله ألا إن التقوى أمر مهم جدا فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറ്റവും ആദരണീയരായ മുഅ്മിനീങ്ങളും മുഅ്മിനത്തുകളുമായ സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന ശ്രോതാക്കളോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അല്ലാഹുവിനെ ഒരുപോലെ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് തഖ്വ. തഖ്വ എന്നുള്ളത് മനുഷ്യന്റെ വിജയത്തിന്റെ ആധാരവും അടിസ്ഥാനവുമാണ്. അതാണ് ഖുർആൻ അടിവരയിട്ട് പറയുന്നത്, തഖ്വയുള്ളവർക്കാണ് അന്തിമ വിജയം എന്നുള്ളത്. അതുകൊണ്ട് മുത്തഖീങ്ങളിൽ പെടുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ ജീവിതാഭിലാഷമാണ്. സഹോദരന്മാരെ, പടച്ചവനായ റാസിഖായ മാലിക്കായ ഖാലിഖായ അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യാറുള്ളതാണ്. അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ അംഗീകരിക്കൽ, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെ അംഗീകരിക്കൽ, വഹ്ദാനിയത്തിനെ അംഗീകരിക്കൽ, ഇതൊക്കെ ഈമാനിന്റെ പരിപൂർണതയുടെ ഭാഗമാണ്. ഉലൂഹിയത്തിനെ റുബൂബിയത്തിനെ അംഗീകരിക്കാത്തിടത്തോളം ഒരാൾക്കും മുഅ്മിൻ എന്നുള്ള സിഫത്ത് അന്യോജ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോടുള്ള കടമകൾ ഉള്ളതുപോലെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ളത് സൃഷ്ടികളുള്ള കടമകളായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു മാതാപിതാക്കളോടുള്ള കടമകൾ. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവർ അവർ തന്നെയാണ്. മാതാപിതാക്കളെ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന. നാം മനുഷ്യർക്ക് അവരോട് പറഞ്ഞു കൊടുത്ത, അറിയിച്ചു കൊടുത്ത കാര്യമാണ് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ളത്. അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചർച്ച ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ നിന്റെ സ്വർഗമാണ്, നീ വേണമെങ്കിൽ അവരെ സൂക്ഷിച്ചു കൊള്ളുക, ഇല്ലെങ്കിൽ പിന്നീടുള്ള കാര്യം അവരുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക, അവർക്ക് നന്മ ചെയ്യുക, അവർക്ക് ഇഷ്ടമല്ലാത്ത അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയുന്ന വേളകളിലല്ലാതെ എല്ലാ സന്ദർഭത്തിലും അവരെ അനുസരിക്കുക.
അവർക്ക് ഇഹ്സാൻ ചെയ്യുക, ധാരാളമായി നന്മ ചെയ്യുക. ഇതെല്ലാ മക്കളുടെയും കടമയാണ്. സ്വരന്മാരെ ഭാര്യമാരില്ലാത്ത ആൾക്കാരുണ്ടാകും, മക്കളില്ലാത്ത ആൾക്കാരുണ്ടാകും. പക്ഷെ മാതാപിതാക്കളില്ലാത്ത ആൾക്കാർ, ഭാര്യമാരൊന്നു പോയാൽ ഇസ്ലാമിക വീക്ഷണപ്രകാരം ഏതെങ്കിലും സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ തഖ്ദീറായിരിക്കാം, എന്തെങ്കിലും സംഭവിച്ച് ഒരു ഭാര്യ നഷ്ടമായി, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മരണമടഞ്ഞു, അല്ലെങ്കിൽ ജീവിച്ചിരിക്കവേ അവരുമായി വേർപിരിയേണ്ട അവസ്ഥ വന്നു. വേറൊരു ഭാര്യയെ ഇസ്ലാമിക നിയമപ്രകാരം അയാൾക്ക്, അല്ലെങ്കിൽ ഉള്ളപ്പോൾ തന്നെ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മാതാപിതാക്കളുടെ വിഷയത്തിൽ സഹോദരന്മാരെ ഒരാൾക്കത് ഒന്നേ ഉണ്ടാവുകയുള്ളൂ. മാതാവ് എന്ന് പറഞ്ഞാൽ അത് ഒരാളിനെ ഉണ്ടാവും. പിതാവ് എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയായിരിക്കും. അവരെ മാറ്റാനോ അല്ലെങ്കിൽ അവർക്ക് പകരം വെക്കാനോ ലോകത്ത് ആരുമില്ലാത്തൊരു അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ് മാതാപിതാക്കൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ തൃപ്തി അവരിൽ വെച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം, അവർ നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും വേദനകളും കദരങ്ങളും ഒരുപക്ഷെ അവർ നമ്മൾ അറിയാൻ പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നമ്മള് ഗൾഫിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള വാപ്പാനോട് പഠനത്തിന്റെ ആവശ്യാർത്ഥം ഇത്ര വേണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന പരിപാടിക്ക് ഇത്ര വേണമെന്ന് ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ, ആ മനുഷ്യന് ഒരുപക്ഷെ ആവലാദികളുടെ കെട്ടുകൾ അവരുടെ മുമ്പിൽ അയച്ചു വെക്കാനുണ്ടാകും. പക്ഷെ അതൊന്നും പറയാതെ ആ മനുഷ്യൻ പറയും, ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കിയിട്ട് പറയാം. എത്ര വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും സഹോദരന്മാരെ, കാരണം നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷമായി കണ്ടവരാണ്, നമ്മുടെ വേദനകൾ അവരുടെ വേദനകളായി കണ്ടവരാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത അനിഷ്ടകരമായ കാര്യം ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ ഏതൊക്കെയോ സമയത്ത് തുച്ഛമായ സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ആൾക്കാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ചങ്ങാതിമാർക്ക് വേണ്ടി മാതാപിതാക്കളെ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അവരെ വിദൂരത്താക്കുക, സഹോദരന്മാരെ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. മാതാപിതാക്കളെ വിദൂരത്താക്കുകയും സഹോദരന്മാരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ അടുപ്പിക്കുകയും ചങ്ങാതിമാരെ അടുപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം. മാതാപിതാക്കളോട് തീർത്താൽ തീരാത്ത കടമകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. ഇത് ചെയ്യേണ്ട ദുആയാണ്. ഒരു മുഅ്മിൻ എപ്പോഴും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ റുബൂബിയത്ത്, അല്ലാഹുവാണ് റബ്ബ്, അല്ലാഹുവാണ് റബ്ബ്, അല്ലാഹു എപ്രകാരം മനുഷ്യന്റെ കാര്യങ്ങളിൽ അവൻ പോലും ആഗ്രഹിക്കാതെ, റബ്ബിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ സൃഷ്ടിച്ചു, ഒരു വസ്തുവിനെ ആ വസ്തു പോലും അറിയാതെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഇല്ലായ്മ സംഭവിക്കുന്നത് വരെ ഒരു വസ്തുവിനെ സൃഷ്ടിച്ചു. ഖാലിഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവാണ്, സൃഷ്ടിച്ചു, അതിന് ഖാലിഖ് എന്ന് പറയും. അള്ളാഹുവാണ് നമ്മുടെ ഖാലിഖ്, നമ്മൾ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതിന് പുറമെ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ സൃഷ്ടിച്ചു, എന്നിട്ട് അതിന്റെ നശീകരണം വരെ, അല്ലെങ്കിൽ അത് ഇല്ലായ്മ സംഭവിക്കുന്നത് വരെ അതുപോലും ആ വസ്തു പോലും ആവശ്യപ്പെടാതെ, അല്ലെങ്കിൽ ആ വ്യക്തി പോലും ആവശ്യപ്പെടാതെ, അതിന്റെ ആവശ്യങ്ങളെല്ലാം യഥാസമയത്ത് അത് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വസ്തു പോലും അറിയാത്ത രൂപത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കുന്നവന്റെ പേരാണ് റബ്ബ്. നമ്മൾ അറിയാത്ത രീതിയിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, എങ്ങനെയാണ് കാണുന്നത് എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. നമ്മൾ കേൾക്കുന്നുണ്ട്, എന്ത് പ്രതിഭാസമാണ് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അന്തരാളങ്ങളിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ അതും ചലിച്ചുകൊണ്ടേണ്ട്, ബാഹ്യമായ പല കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടേണ്ട്. എന്തൊരു പ്രതിഭാസമാണ് സഹോദരന്മാരെ ഇവിടെ നടക്കുന്നത്, നമുക്ക് പോലും അറിയുന്നില്ല. പക്ഷേ നമ്മുടെ രക്ഷിതാവ് നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി അതിങ്ങനെ ക്രമീകരിച്ച് തർത്തീബായി കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെയാണ് മാതാപിതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് എന്നുള്ള പേര് മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വിഷയത്തിൽ എത്ര താല്പര്യം, അല്ലെങ്കിൽ നമുക്ക് എത്ര മുൻഗണന നൽകിയിട്ടുണ്ടാകും. അവരുടെ പല ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ടാണ് പല കാര്യങ്ങളും മാതാപിതാക്കൾ നമുക്ക് ചെയ്തിരുന്നത്. മാതാപിതാക്കളെ കടമകൾ പറഞ്ഞു, അതിന് മക്കളോടും എങ്ങനെ ഒരു നല്ല സന്താനത്തെ ഉണ്ടാക്കി തീർക്കും. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഏറ്റവും വലിയ ഹറാമ് ചെയ്യുന്ന പിതാവും ആഗ്രഹിക്കുന്ന കാര്യമാണ്, എന്റെ മകൻ സാലിഹായ സന്താനമായി തീരണം,
എന്റെ മകൻ എന്നെ പോലെ ആവാൻ പാടില്ല. കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മക്കൾ നമ്മളെ പോലെ കഷ്ടപ്പെടാൻ അവരെ വിടൂല. സഹോദരന്മാർ, ഇത് വലിയ കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള അസാലത്ത്, ഹദാസത്ത് ഒരു കുട്ടിയുടെ പ്രകൃതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അസ്ലിയായി അവനുണ്ടാകുന്ന വീഴ്ചകൾ, ഹദാസത്ത് സംഭവ വികാസങ്ങൾ മൂലമുണ്ടാകുന്ന വീഴ്ചകൾ, ഇതൊരു കുട്ടിയുടെ ജനനം മുതൽ അല്ലെങ്കിൽ ജനനത്തിന് മുമ്പ് തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രവും പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഒരു കുട്ടി ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇരിക്കുമ്പോൾ അവൻ ഏതൊന്നാണോ കൂടുതലായി ആ ഉമ്മ കേൾക്കുന്നത്, ഒരു ഉമ്മ കൂടുതലായി ഹറാമ് കേൾക്കുന്ന ഉമ്മയാണെങ്കിൽ അള്ളാഹു നമ്മുടെ കുട്ടികളുടെ മാതാവിനെ പ്രത്യേകിച്ച് ഏറ്റവും നല്ല സാലിഹത്തായി തീർക്കുമാറാകട്ടെ. കാരണം കുട്ടികൾക്ക് ഏറ്റവും നല്ല പാഠശാല എന്നുള്ളത്, ഒന്നാമത്തെ പാഠശാലയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് മാതാവാണ്. അപ്പൊ ഒരു കുട്ടി 4 മാസത്തിന് ശേഷം ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അമിതമായി അല്ലെങ്കിൽ ഉമ്മയിലൂടെ അവൻ ഹറാമായ കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ, മ്യൂസിക് പോലത്തെ കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ, ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു വരികൾ അവൻ നിത്യേന കേൾക്കുന്നുണ്ട്. അവൻ ജനിച്ചതിന് ശേഷം ആ കുട്ടി തൊട്ടിൽ കിടന്നതിന് ശേഷവും ചെറുതായൊന്ന് ആ സംരംഭങ്ങൾ അല്ലെങ്കിൽ ആ ലൈൻ, ആ വരികളൊന്ന് ഇട്ടുകൊടുത്താൽ ആ കുട്ടിയുടെ ഭാവം മാറുന്നതായി കാണാൻ പറ്റും. ആ കുട്ടിയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇതേപോലെ തന്നെ ഖുർആന്റെ വരികളാണ് ആ കുട്ടി സാധാരണ കേട്ടോണ്ടിരുന്നത്. സാധാരണ ഉമ്മ കേൾക്കാറ് ഉമ്മ ഗർഭം ധരിച്ച സമയത്ത്, 4 മാസം പൂർത്തിയായ സമയത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പ്, അതിനുശേഷം എപ്പോഴും നിരന്തരമായി ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ഉമ്മയാണ്. ഉമ്മ ഖുർആനല്ലാതെ മറ്റൊന്നും ഹറാമായ ഒരു കാര്യങ്ങളും കേൾക്കുകയില്ല. വഅദ് നസീഹത്തുകൾ മാത്രം കേൾക്കുന്ന ഉമ്മയാണ്. ഹദീസിന്റെയും ഖുർആന്റെയും വരികൾ മാത്രം കേൾക്കുന്ന ഉമ്മയാണ്. ഈ ഉമ്മയുടെ കുട്ടി പുറത്തേക്ക് വന്നു, ഗർഭം സാധാരണ കുട്ടി ജനിച്ചതിന് ശേഷം കൈകാലുകൾ പോലും നന്നായി അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പക്ഷെ ഈ ഖുർആന്റെ വരികൾ കേൾക്കുമ്പോൾ ഈ കുട്ടിയിൽ ഭാവ വ്യത്യാസമുണ്ട്. ഇത് ഹദാസത്ത് എന്ന് വെച്ചാൽ കുട്ടികൾ, സഹോദരന്മാരെ, കണ്ണില്ലാത്തൊരു കുട്ടി വന്നു, പിന്നീട് അത് അസാലത്താണ്, അസ്ലിയായി, പിന്നീട് അവൻ അത് മരണം വരെ അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഹദാസത്ത് എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. കുട്ടികളിൽ എപ്രകാരം അവരുടെ തർബിയത്ത്, എപ്രകാരം അവരെ അദബ് പഠിപ്പിക്കാം, അവരെ തഅദീബ് ചെയ്യാം, സംസ്കരിക്കാം. സഹോദരന്മാരെ, സംസ്കാരത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട നാടാണ് നമ്മുടെ നാട്, കേരള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദിബു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസ്കരിക്കണം. ഏത് രീതിയിൽ സംസ്കരിക്കണം? ഖുർആൻ പഠിപ്പിക്കണം. ഒരു വ്യക്തി അബുൽ ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് വരികയാണ്. അബുൽ ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ വന്നിട്ട്, സഹോദരന്മാരെ, ഒരു വ്യക്തി പറയുകയാണ്, എന്റെ മകൻ എന്നെ അടിച്ചിരിക്കുകയാണ്. അബുൽ ഹഫ്സ്, അന്ന് ആ നാട്ടിൽ ഏറ്റവും വിചിത്രമായൊരു സംഭവമായിരുന്നു. മക്കൾ ഏതെങ്കിലും ഒരു രീതിയിൽ മാതാക്കളോട് പിതാവിനോടോ മാതാവിനോടോ കയർത്ത് സംസാരിക്കുക, അവർക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിക്കുക. ഇന്നലെയും കൂടി നമ്മൾ വായിച്ചതേ ഉള്ളൂ, കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത്, സഹോദരന്മാരെ, ഒരു ഉപ്പാനെ ഒരു മകൻ കൊന്നു. എന്തിനാണെന്ന് പോലും അറിയില്ല. ഇവിടെ അബുൽ ഹഫ്സിന്റെ അടുക്കലേക്ക് വന്നത്, സഹോദരന്മാരെ, വലിയൊരു സംഭവമാണ്. അബുൽ ഹഫ്സിനോട് പറഞ്ഞു, ലറബനി, എന്നെ അടിച്ചിരിക്കുകയാണ്, ഇബ്നി, എന്റെ മകൻ എന്നെ അടിച്ചിരിക്കുകയാണ്. ഉടനെ അബുൽ ഹഫ്സ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഒരു മകൻ വാപ്പയെ അടിക്കുകയോ? എപ്രകാരമാണ് അത് സംഭവിക്കുന്നത്? ശേഷം അബുൽ ഹഫ്സ് റഹ്മുല്ല തന്റേതായ കാര്യങ്ങളിലേക്ക് കിടന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അമാ അല്ലംത, നീ ഈ മകനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ദീനിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? അബുൽ ഹഫ്സ് റഹ്മുല്ല പറഞ്ഞു, ഇല്ല, ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ചോദിച്ചു, ഖുർആനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഖുർആനെ കുറിച്ചും പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ചോദിച്ചു, പിന്നെന്താണ് നീ പഠിപ്പിച്ചത്? അബുൽ ഹഫ്സ് റഹ്മുള്ളാഹിനോട് ആ വ്യക്തി പറഞ്ഞു, ഞാൻ എന്റെ മകന്, സഹോദരന്മാരെ, നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ ദുനിയാവിന്റെ അന്ന് ആ സമയത്തുണ്ടായിരുന്ന കൃഷിയായിരുന്നു അന്ന് ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ മുൻഗണന കൊടുത്തിരുന്ന മേഖല എന്നുള്ളത്. അബുൽ ഹഫ്സ് പറഞ്ഞു, ഞാൻ കൃഷിയെ കുറിച്ച് അബുൽ ഹഫ്സിനോട് ആ വ്യക്തി പറഞ്ഞു, ഞാൻ കൃഷിയെ കുറിച്ച് നന്നായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മോൻക്കറിയാം ഏത് കൃഷി ചെയ്താലാണ്, ഏത് സീസണിലാണ് ഏത് കൃഷി ചെയ്യേണ്ടത്. നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഡിഗ്രികളും വ്യത്യസ്തമായ കോളേജുകളുടെയും പേരുകൾ പറയുന്നത് പോലെ അബുൽ ഹഫ്സിനോട് ആ വ്യക്തി തന്റെ മകന് താൻ പഠിപ്പിച്ചു കൊടുത്തതായ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമതയെക്കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയെക്കുറിച്ചും പറയുകയാണ്. അപ്പോൾ അബുൽ ഹഫ്സ് ആ വ്യക്തിയോട് പറഞ്ഞു,
എന്നാൽ നീ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളുക. നീ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊള്ളുക. കാരണം അവൻ നിന്റെ തലമണ്ട അടിച്ചു പൊളിക്കാത്തത് ഭാഗ്യം. നിന്റെ തലമണ്ട അവൻ അടിച്ചു പൊളിക്കാത്തത് ഭാഗ്യം. കാരണം എന്തെന്ന് വെച്ചാൽ അവൻ വിചാരിച്ചിട്ടുണ്ടാകും അവൻ രാവിലെ എഴുന്നേറ്റ് നേരെ പോകുന്നത് പാടത്തിലേക്കാണ്. കൃഷിപ്പാടത്തിൽ പോയിട്ട് അവൻ കാളകളെയും അവിടുത്തെ മറ്റ് കൃഷി ഉപകരണങ്ങളെയും ഉപയോഗിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കാളകളെ അവൻ അടിക്കുന്നത് പോലെ അവൻ വിചാരിച്ചിട്ടുണ്ടാകും ഇതും ഒരു കാളയാണെന്ന്. അങ്ങനെ അവൻ മാറിപ്പോയിട്ട് അടിച്ചിട്ടുണ്ടാകും. നിന്റെ തലമണ്ട അടിച്ചു പൊളിക്കാത്തതിനാൽ നീ അൽഹംദുലില്ലാഹ് എന്ന് പറയും. സഹോദരന്മാരെ, അതുകൊണ്ട് മക്കൾക്ക് ആദ്യമായി കൊടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഖാലിഖായ, മാലിക്കായ, റാസിഖായ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് മക്കൾക്ക് കൊടുക്കണം. ഇന്ന് സഹോദരന്മാരെ, പുട്ടിന് തേങ്ങ എന്ന് പറയുന്നത് പോലെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് 1 മണിക്കൂർ, ആഴ്ചയിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ ദിവസത്തിൽ 3/4 മണിക്കൂർ എവിടെയാണോ അവിടെ കൊണ്ടുപോയി മക്കളെ ചേർക്കും. എന്നിട്ട് പറയും മക്കൾ അനുസരിക്കുന്നില്ല. ഈ മക്കൾ അനുസരിക്കാത്തത് സ്കൂളിൽ പോയിട്ടല്ല പറയാൻ മാതാപിതാക്കൾ. എവിടെ വന്നിട്ട് പറയും? മദ്രസയിൽ വന്നിട്ട് പറയും. സഹോദരന്മാരെ, മക്കളോടുള്ള ഒന്നാമത്തെ കടപ്പാടായി ഇസ്ലാം പറയുന്നത് അവർക്ക് നല്ല പേര് വെക്കണം. നല്ല പേര് വെക്കണം. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്റെ മകൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്, എന്നോടുള്ള കടമകളൊന്നും പൂർത്തീകരിക്കുന്നില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു മകനോട് ചോദിച്ചു, അമാ തഖാഫുല്ലാഹ ഫീ ഹുഖൂഖിൽ വാലിദ്, മാതാപിതാക്കളോടുള്ള കടമയുടെ വിഷയത്തിൽ നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ? ആ കുട്ടിയോട് ചോദിച്ചു. എന്നിട്ട് ആ കുട്ടിയെ ഉമർ റളിയല്ലാഹുവിന്റെ രീതിയിൽ തർബിയത്ത് നൽകുകയാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. ഉടനെ കുട്ടി ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ അമാ ലിൽ അബി അലൽ വാലിദി ഹുഖൂഖുൻ, മാതാപിതാക്കളോട് എപ്രകാരമാണോ മക്കൾക്ക് കടമയുള്ളത് അതേപോലെ മാതാപിതാക്കൾക്ക് മക്കളോട് വല്ല കടമകളുമുണ്ടോ? ഉമർ റളിയല്ലാഹു പറഞ്ഞു, തീർച്ചയായിട്ടും ഉണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അയ്യസ്തൻജിബ ഉമ്മഹു, ഒന്നാമതായിട്ട് പറഞ്ഞു മക്കൾക്ക് ഏറ്റവും നല്ല ഉമ്മയെ പിതാവ് തെരഞ്ഞെടുക്കലാണ്. സഹോദരന്മാരെ, ഏറ്റവും നല്ല ഇണയെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദീനിന് മുൻഗണന നൽകണം. കാരണം ഒരു മനുഷ്യന് ദുനിയാവിൽ കോടാനക്കോടി രൂപയുണ്ട്, നാട്ടിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമുണ്ട്, പള്ളികളിലൊക്കെ അദ്ദേഹത്തിന്റെ പൈസവും അദ്ദേഹത്തിന്റെ സമ്പാദ്യവും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, അദ്ദേഹത്തിന്റെ വീട്ടിലെ സ്ത്രീ എങ്ങാനും മോശക്കാരിയായാൽ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, നമ്മള് സ്ത്രീകൾ അങ്ങനെയല്ല, പക്ഷെ എങ്ങാനും ആ സ്ത്രീ അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ, അയാളുടെ ഭാര്യ എങ്ങാനും മോശയായ സ്ത്രീയായാൽ, സഹോദരന്മാരെ, പിന്നെ എന്ത് നിഅമത്തുണ്ടായിട്ടും എന്ത് ഗുണമാണ്? ഒരാളുടെ കയ്യിൽ 1 രൂപ പോലുമില്ല, വലിയ സമ്പത്തിന്റെ മേഖലകളില്ല, വലിയ സ്ഥാനമാനങ്ങളില്ല, പക്ഷെ അയാളുടെ ഭാര്യ എങ്ങാനും നന്നായി തീർന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അയാളുടെ ജീവിതം സ്വർഗമായിരിക്കും. കാരണം അയാളെ മനസ്സിലാക്കാനുള്ള, അയാളെ അവസ്ഥകൾ മനസ്സിലാക്കാനുള്ള ഒരു ഭാര്യയെ കിട്ടുക, അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒന്നാമതായിട്ട് മക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമ്മാനം എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ബാധ്യതയും കടപ്പാടും എന്നുള്ളത് അവരുടെ ഉമ്മ നല്ലൊരു ഉമ്മയായിരിക്കണം. ഉടനെ ആ മകൻ പറഞ്ഞു, എനിക്ക് ഒന്നാമത്തെ കാര്യം എന്റെ വാപ്പ ചെയ്തിട്ടില്ല. കാരണം അടിമച്ചന്തയിൽ എങ്ങോ പോയി 400 വെള്ളിക്കാശ് അല്ലെങ്കിൽ 400 ദിർഹമിന് തുച്ഛമായ വില കൊടുത്ത് വാങ്ങിയ ഏതോ ഒരു സ്ത്രീയെയാണ് എന്റെ ഉമ്മയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ടാമതായി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ല പേര് വെക്കണം, നല്ല പേര് വെക്കണം. ഏറ്റവും നല്ല പേരായിരിക്കണം മക്കൾക്ക് വെക്കേണ്ടത്. അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ, മുഹമ്മദ്, ഏറ്റവും നല്ല പേരുകളായിരിക്കണം മക്കൾക്ക് വെക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞ രാത്രി എനിക്കൊരു മകൻ ജനിക്കുകയുണ്ടായി. ഞാൻ ആ മകന് പേര് വെച്ചു, നമ്മുടെയൊക്കെ പിതാവായ ഇബ്രാഹിം എന്ന് ഞാൻ പേര് വെച്ചു. ഏറ്റവും നല്ല പേരുകൾ മക്കൾക്ക് വെക്കണം. ഇപ്പൊ നമ്മൾ സഹോദരന്മാരെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ,
ഏറ്റവും മോശമായ അർത്ഥങ്ങളുള്ള പേരാണ് പലപ്പോഴും. എന്തിനു വേണ്ടി? കേൾക്കുമ്പോൾ ഒരു ഇമ്പമുണ്ടാകണം, കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടാകണം. അതിനു വേണ്ടി ഉമ്മയെയും വാപ്പയുടെയും പേരുകൾ ചേർത്തുള്ള പേര്, അല്ലെങ്കിൽ സമുദായത്തിൽ ഏതൊന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ അർത്ഥം പോലും നോക്കാതെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളെ മക്കളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് അതിന്റെ മലയാള വിവർത്തനം വരുമ്പോൾ ഏറ്റവും മോശകരമായ വാക്കുകൾ പോലെ ആയിരിക്കും. അള്ളാഹു അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും, അങ്ങനെയുള്ള ഇച്ഛകളിൽ നിന്നും, അങ്ങനെയുള്ള താല്പര്യത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെയും നമ്മളെയും പരിപൂർണമായും കാക്കുമാറാകട്ടെ. രണ്ടാമതായി പറഞ്ഞു, ഏറ്റവും നല്ല പേര് വെക്കണം. ആ മകൻ പറഞ്ഞു, എനിക്ക് എന്റെ പിതാവ് പേരും അങ്ങനെയൊന്നുമല്ല വെച്ചിട്ടുള്ളത്, എന്റെ പേര് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു ജുആൽ എന്നാണ് എനിക്ക് പേര് വെച്ചിട്ടുള്ളത്. ജുആൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വണ്ട് എന്നാണ്, വണ്ട് എന്ന്. മൂന്നാമതായി ഉമർ റളിയല്ലാഹു പറഞ്ഞു, മക്കളോടുള്ള കടമയിൽ മൂന്നാമത്തേത് അവന് ഖുർആന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഖുർആന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ കുട്ടി ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്റെ പിതാവ് എനിക്ക് ഖുർആനും പഠിപ്പിച്ചിട്ടില്ല. ഉടനെ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ആ മനുഷ്യനോട് ഉമർ റളിയല്ലാഹു പറഞ്ഞു, തഖൂലു ഇബ്നി യഉകുനി, നീ പറയുകയാണ് എന്റെ മകൻ എന്നെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്, എന്റെ മകൻ എന്നോട് വല്ലാതെ അനുസരണക്കേട് കാണിക്കുകയാണ് എന്ന് നീ പറയുകയാണ്. ഫഖദ് അഖഖത ഖബല അൻ യഉകുക്, തീർച്ചയായും എന്നാൽ ഞാൻ പറയുന്നു, അവൻ നിന്നെ ഉപദ്രവിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ നീ അവനോടുള്ള ഉപദ്രവം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നിന്റെ മേലുള്ള ഒന്നാമത്തെ കടമ ഏറ്റവും നല്ല ഉമ്മയെ അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. അതായത് കല്യാണ സമയത്ത് നമ്മൾ ഏറ്റവും നല്ല ഇണയെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കണം. രണ്ടാമതായി പറഞ്ഞത് ഏറ്റവും നല്ല പേര് വെക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി പറഞ്ഞത് സഹോദരന്മാരെ ഖുർആന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഖുർആന് പഠിപ്പിക്കൽ ഏറ്റവും വലിയ ആവശ്യമാണ്, ഏറ്റവും വലിയ ആവശ്യമാണ്, ഏറ്റവും വലിയ ആവശ്യമാണ്. മക്കൾ നമസ്കരിക്കാൻ വരാറില്ല, മാതാപിതാക്കൾക്ക് വലിയ ബേജാറൊന്നുമില്ല. സഹോദരന്മാരെ, ഇന്ന് ഈ സമയത്ത്, ഈ ചുട്ടുപൊള്ളുന്ന സമയത്ത് നമ്മുടെ മക്കളെ എങ്ങാനും ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന്, ഏതെങ്കിലും ഒരു മദ്രസകളിൽ നിന്ന്, അവൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് വെയിലത്ത് നിർത്തിയാൽ ആ നാടായ നാടൊക്കെ ആ സ്കൂളുകൾക്ക് പോകും, അല്ലെങ്കിൽ ആ മദ്രസയിലേക്ക് പോകും. എന്നിട്ട് സമരം ചെയ്യും, മറ്റ് ഏർപ്പാടുകൾ നോക്കും. അവർക്ക് കേസ്, ബാലാവകാശ കമ്മീഷൻ, ശിശുക്ഷേമ സമിതി, മറ്റ് മറിച്ചും കാര്യങ്ങളായി മുന്നോട്ട് പോകും. 5 മിനിറ്റോ 10 മിനിറ്റോ എങ്ങാനും വെയിലത്ത് നിർത്തിയാൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ രക്ഷിക്കണേ, വ അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും, നാറ, നരകത്തിൽ നിന്ന് രക്ഷിക്കണേ. എങ്ങനെയുള്ള നരകമാണ്? വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലുകളെയും മനുഷ്യന്മാരെയുമാണ് അവിടെ കത്തിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്. അങ്ങനെയുള്ള നരകത്തിൽ നിന്ന് കാക്കണം സഹോദരന്മാരെ. ആ സ്വർഗത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞതായ നമസ്കാരത്തിലേക്ക് നമ്മുടെ മക്കളെ, സഹോദരന്മാരെ, ബാക്കിയുള്ള മക്കളുടെ കാര്യത്തിൽ നമുക്ക് വലിയ താല്പര്യമായിരിക്കും അവരുടെ വിഷയത്തിൽ അഭിപ്രായം പറയാന്, അല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ ചർച്ചകൾ ചെയ്യാന്. പക്ഷെ നമ്മുടെ മക്കൾ, എത്ര മക്കളെ നമ്മൾ സുബഹിലേക്ക് 30 വയസ്സായിക്കൊള്ളട്ടെ, 40 വയസ്സായിക്കൊള്ളട്ടെ, 45 വയസ്സായിക്കൊള്ളട്ടെ, മക്കളാണെങ്കിൽ അവർ മക്കളാണ്, കയ്യും പിടിച്ച് സുബഹിയിലേക്ക്, പള്ളിയിലേക്ക് കൊണ്ടുവരണം. ഇത് പിതാവിന്റെ കടമയാണ്. ഇത് പിതാവിന്റെ കടമയാണ്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിലത്ത് നിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളു പിടക്കുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ പള്ളിയിലേക്ക് വരുന്നു, അവരെ വീട്ടിൽ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ, അവരെ തീക്കനലുകൾക്കകത്തളങ്ങളിൽ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും അപകടകരമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ദുനിയാവിലെ തീയേക്കാൾ 70 ഇരട്ടി കഠിനമുണ്ട് ആഖിറത്തിലെ തീക്ക്, നരകത്തിലെ തീക്ക്. ശേഷം ആ ദുനിയാവിലെ തീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 100 കൊല്ലം കത്തിയാലും 1000 കൊല്ലം കത്തിയാലും ഒരു ദിവസം അത് അവസാനിക്കും, അത് കെട്ടുപോകും. പക്ഷെ ആഖിറത്തിലെ തീയെ കുറിച്ച് പറഞ്ഞു, അതിൽ നിന്നും ബാക്കിയാണ് ലഹും ഖുലൂദ്. നാളെ നരകവാസികളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ലഹും ഖുലൂദ്. ഇവിടത്തെ ഏറ്റവും വലിയ അവസ്ഥ എന്നുള്ളത് ഇത് എന്നെന്നും ശാശ്വതമായിരിക്കും, ഒരു അവസാനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, മക്കളുടെ ദീനിന്റെ വിഷയത്തിൽ ഒന്നാമത്തെ താല്പര്യം കാണിക്കേണ്ടത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. സഹോദരന്മാരെ, ഒരു മുറിയിൽ നിന്ന് റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ദുആ നമ്മൾ കേൾക്കണമെങ്കിൽ, അടുത്ത മുറിയിൽ ഇരുന്ന് നമ്മൾ റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുരിയത്തി എന്ന ദുആ നിരന്തരമായി ചെയ്യണം. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകും.
അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله كافة للناس بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്ത് എല്ലാ സന്ദർഭത്തിലും അവനനുസരിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി എന്നോടും എൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന ശ്രോതാക്കളോടും വസീയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിഅമത്തിന്റെ ഏറ്റവും വലിയ പൂർണ്ണതയുടെ പേരാണ് ദീൻ എന്നുള്ളത്. ഒരുപാട് നിഅമത്തുകൾ നാം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നിഅമത്താണോ അല്ലയോ എന്നുള്ളത് യഥാർത്ഥമായി അറിയുന്നത് ആഖിറത്തിലാണ്. കണ്ണാകുന്ന നിഅമത്ത് അതിൽ ഒരുപക്ഷെ അള്ളാഹു വിരോധിച്ച കാര്യമാണ് കൂടുതൽ കണ്ടിട്ടുള്ളതെങ്കിൽ അതവന് നിഅമത്തിനേക്കാൾ കൂടുതൽ അദാബായിരിക്കും നാളെ ആഖിറത്തിൽ വലിച്ചു വെക്കുന്നത്. ഏതൊരു നിഅമത്താണെങ്കിലും ശരി, ആ നിഅമത്തുകളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതവന് നിഅമത്തായിരിക്കും. അല്ലാത്ത പക്ഷം അതവന് ഏറ്റവും വലിയ നാശത്തിനും നഷ്ടത്തിനും കാരണമായിരിക്കും. ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ നിഅമത്താണ് മക്കൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന അവസ്ഥയുണ്ടായാൽ സഹോദരന്മാർ, അത് ഏറ്റവും വലിയ നിഅമത്താണ്. ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അത് ഏറ്റവും വലിയ അദാബും ഏറ്റവും വലിയ ഫിത്നയുമായിട്ട് മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണമടഞ്ഞാൽ, ഇൻഖത അൻഹു അമലുഹു, അവന്റെ അമലുകളെല്ലാം അവനിൽ നിന്ന് മുറിഞ്ഞു പോകുന്നതാണ്. അവന് ഇനി ഒരു സുബ്ഹാനല്ലാഹ് സ്വന്തമായി പറയാൻ കഴിയുന്നതല്ല, ഒരു അൽഹംദുലില്ലാ, ഒരു പുഞ്ചിരി പോലും സ്വന്തമായി ചിരിക്കാൻ സാധിക്കുന്നതല്ല. എല്ലാ അമലുകളും അവന്റെ മരണത്തോടു കൂടി മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ, 3 കാര്യങ്ങൾ ഒഴികെ. മിൻ സദഖത്തിൻ ജാരിയ, അവൻ ചെയ്ത ജാരിയായ സദഖകൾ, എന്നൊന്നും ശേഷിക്കുന്നതായ നിലനിൽക്കുന്നതായ. പള്ളിയിലേക്ക് ഒരു ഖുർആൻ കൊണ്ടുവച്ചു, ആരെങ്കിലും ആ ഖുർആൻ ഓതുകയാണെങ്കിൽ അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരു കിണർ കുഴിച്ചു, കിണറൊന്നുമില്ലാത്തതായ നാട്ടിൽ, വെള്ളത്തിനേറെ ബുദ്ധിമുട്ടുന്ന നാട്ടിൽ വെള്ളത്തിനുള്ള ഒരു ഏർപ്പാട് ചെയ്തു. അതിൽ നിന്നും ആൾക്കാർ വെള്ളം കുടിക്കുമ്പോഴെല്ലാം ആ മനുഷ്യന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ ഇൽമിൻ യൻതഫഉ ബിഹി, അവൻ പഠിപ്പിച്ചതായ ഇൽമാണ്. എങ്ങനെ ഇൽമാണ്? ആ ഇൽമ കൊണ്ട് ജനങ്ങൾ ഇപ്പോഴും പ്രയോജനം നേടിക്കൊണ്ടേണ്ട്. അവനൊരു 10 മുഅല്ലിമീങ്ങൾക്ക്, 10 മുതഅല്ലിമീങ്ങൾക്ക്, അല്ലെങ്കിൽ സാധാരണക്കാരായ കുറച്ച് ആൾക്കാർക്ക് അവൻ ഇൽമ പഠിപ്പിച്ചു. അവർ ആ ഇൽമ മുഖേന അമൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെയും എത്ര കാലം അവർ അമൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുവോ, ഈ പഠിപ്പിച്ചതായ മനുഷ്യൻ മരിച്ചാലും ആ പഠിക്കുന്നവർ അല്ലെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യുന്നവർ അമൽ ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം ഇയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔവലദിൻ സാലിഹ്, സാലിഹായ സന്താനങ്ങളാണ്. യദ്ഉ ലഹു, അവന് നിരന്തരമായി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള സന്താനങ്ങൾ അവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, അതിന്റെയും പ്രതിഫലം മരണത്തിന് ശേഷം ലഭിക്കുമെന്നാണ് ഹദീസിന്റെ സാരം. അതുകൊണ്ട് സഹോദരന്മാരെ, മക്കൾക്ക് മാതാപിതാക്കളോടുണ്ടാകേണ്ട കാര്യങ്ങൾ
ഒന്നാമത്തേത് അവരോട് ബഹുമാനമുണ്ടാകണം. ഇന്ന് ബഹുമാനത്തിന് പകരം ഭയമാണ് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിയിൽ വന്ന് നിൽക്കുമായിരുന്നു, കിടക്കുമായിരുന്നു, ഇരിക്കുമായിരുന്നു. ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ മക്കൾക്ക് എത്രത്തോളം അവരുമായി സംവദിക്കാൻ കഴിയണമെന്ന് വെച്ചാൽ അവരുടെ മനസ്സിന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അവരോട് പറയാൻ കഴിയണം. ചെറിയ ആഗ്രഹങ്ങൾ പോലും. അതായത് സാധാരണ ഒരു വാപ്പയുടെ അടുക്കലേക്ക് ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, ഉപ്പ എനിക്ക് ഇന്ന ആഗ്രഹം, നീക്ക് പോയേക്ക്, അങ്ങനൊന്ന് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ അവരൊന്ന് തള്ളിക്കളഞ്ഞാൽ സഹോദരന്മാർ അവരുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ, എത്രയോ കൂട്ടുകെട്ടുകൾ. ഒരു പക്ഷേ നമ്മൾ അനുമോദിക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ ആശീർവദിക്കേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് അഭിനന്ദനങ്ങളും സ്നേഹവും നൽകേണ്ട സ്ഥലത്ത് നമ്മൾക്ക് പകരം വേറൊരാളാണ് നൽകുന്നതെങ്കിൽ നമ്മളിൽ നിന്നും കിട്ടാത്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും കിട്ടാത്ത അവസ്ഥക്ക് അവർ വേറെ ആൾക്കാരിൽ നിന്ന് ആഗ്രഹിക്കാൻ തുടങ്ങും. അതുകൊണ്ട് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകണം. അവർക്ക് നമ്മളോട് ബഹുമാനമുണ്ടാകണം. ഏത് രീതിയിലുള്ള ബഹുമാനമുണ്ടാകണം? ഒരു കാര്യങ്ങളും ആ ബഹുമാനം കാരണം അവർ മറച്ചു വെക്കാൻ പാടില്ല. ആ രീതിയിലുള്ള ബഹുമാനമുണ്ടാകണം. അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടാകണം. ഏത് രീതിയിലുള്ള സ്നേഹമുണ്ടാകണം? ഒരു തെറ്റ് വരുമ്പോൾ ആ തെറ്റ് ചെയ്യാനുള്ള ശക്തി അവർക്ക് ലഭിക്കാൻ പാടില്ല. ഏത് രീതിയിൽ? നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അവർ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കും. ഈ രീതിയിലുള്ള ഒരു ബന്ധം മക്കളുടെ ഇടയിൽ എപ്പോൾ മാതാപിതാക്കൾ സ്ഥാപിക്കുന്നുവോ, അല്ലെങ്കിൽ എപ്പോൾ അവരിലൂടെ നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നുവോ, അന്ന് പൂർണ്ണമായും നമ്മൾ എന്താണോ അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർ തീർച്ചയായും നമ്മൾക്ക് അത് തിരിച്ചു നൽകുന്നത്. അതിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരുടെ ഇടയിൽ നീ പരസ്പരം അദാലത്ത് എഅ്ദിലു, നീ നീതിയുക്തമായി അവരുടെ ഇടയിൽ പെരുമാറണം. എപ്രകാരം? ഫത്തഖുല്ലാഹ്, നീ അല്ലാഹുവിനെ ഭയപ്പെടണം. വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതിയോടെ പെരുമാറണം. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, തീരെ പഠിക്കാത്ത ഒരു കുട്ടി, നമ്മൾ രണ്ടാൾക്കും രണ്ട് സ്ഥാനമായിരിക്കും നൽകുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നൽകാൻ പാടില്ല, അങ്ങനെ നൽകാൻ പാടില്ല. ഒരിക്കലും ആ കുട്ടിയോട് പറയാൻ പാടില്ല, ഇവനെ കണ്ടുപഠിക്ക്, ഇവനെ കണ്ടുപഠിക്ക്, ഇവനെ കണ്ടുപഠിക്ക്. നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. സഹോദരന്മാരെ, മക്കൾക്കിടയിൽ പരസ്പരം നിങ്ങൾ തുല്യത പാലിക്കണം. എപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എപ്രകാരം അവർ നിങ്ങളോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അവരോടും നിങ്ങൾ നല്ല രീതിയിൽ വർത്തിക്കണം. അവരോടും നല്ല രീതിയിൽ വർത്തിക്കണം. സഹോദരന്മാരെ, നമ്മുടെ മക്കളാണ് പലപ്പോഴും നമുക്ക് കുടുംബങ്ങളുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇകഴ്ത്തി പറയുക, താഴ്ത്തി പറയുക, ഇതൊന്നും അവർ ഒട്ടും സഹിക്കാത്ത കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെ രഹസ്യമായി അവരോട് എന്താണോ ഉപദേശിക്കാനുള്ളത്, ഒന്നാമതായി അവരോട് രഹസ്യമായി ഉപദേശിക്കുക. രണ്ടാമതായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മക്കളുകൾ സാലിഹാത്തായി തീരുന്നതിന് വേണ്ടി. അതുകൊണ്ട് എല്ലാ മേഖലകളിലും ദീൻ എന്തൊന്നാണോ കൽപ്പിക്കുന്നത് അവിടെ മാത്രമാണ് വിജയമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ മക്കളുടെ വിഷയത്തിൽ പൂർത്തീകരിക്കുക. ഒന്നാമതായി ഇണകളെ നമ്മൾ സ്വന്തമാക്കുന്ന വേളയിൽ ഏറ്റവും നല്ല ഇണയെ കരസ്ഥമാക്കുക. ഏറ്റവും നല്ല ദീനിന് മുൻഗണന നൽകി ഏറ്റവും നല്ല ഇണയെ കരസ്ഥമാക്കുക. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല പേര് വെക്കുക. മൂന്നാമതായി തഅലീമുൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് ധാരാളമായി പറഞ്ഞു കൊടുക്കുക. ഖുർആന്റെ മഹത്വങ്ങൾ മക്കളെ വീടുകളിൽ ഒരുമിച്ചിരുത്തി, ഭാര്യയെ ഇരുത്തി, സഹോദരന്മാരെ അവരോടൊപ്പം പുറത്തു പോകുന്നതിന് വേണ്ടി 3, 4, 5 മണിക്കൂറും ഒക്കെ കാണുന്ന ആളാണ്. പക്ഷെ വീടുകളിൽ തഅലീമിന്റെ ഹൽക്കകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുകയാണ്. ഖുർആനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് വ്യക്തമാക്കി തന്നതാണ് എന്താണ് പ്രശ്നം എന്നുള്ളത്. ഭാര്യമാർ തമ്മിൽ വലിയ കലഹം. വീട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പ്രശ്നത്തിന് പരിഹാരമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തൊരു പരിഹാരമുണ്ട്.
واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വ്യക്തി എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു വ്യക്തിത്വം, ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, താങ്കൾ അത്യുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ ആ റസൂലിന്റെ വീട്ടിലും എന്തുണ്ടായിട്ടുണ്ട്? പ്രശ്നമുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ പരിഹാരം അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പരിഹാരം? നമ്മുടെ വീടുകളിൽ സഹോദരന്മാരെ ആയിരക്കണക്കിന് കൗൺസിലിംഗിന്റെ ആൾക്കാരെ നമ്മൾ ഇതുവരെയായിട്ട് സമീപിച്ചിട്ടുണ്ടാകും. വ്യത്യസ്തമായ മേഖലകളിലെ ഡോക്ടർമാരെയും മറ്റും നമ്മൾ സമീപിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. പ്രശ്നത്തിന് പരിഹാരമായി അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ചർച്ച ചെയ്യണം, നിങ്ങൾ മുദാക്കറ ചെയ്യണം. ആരുടെ മേലാണോ ഖുർആൻ അവതരിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയോട് പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഈ ഖുർആനെ നിരന്തരമായി ചർച്ച ചെയ്യണം. ഖുർആനിൽ പറഞ്ഞതായ കാര്യങ്ങൾ, ഖുർആനിൽ പറഞ്ഞതായ അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത്, ആഖിറത്തിന്റെ വിശാലത ഇന്ന് വീടുകളിൽ ചർച്ച ചെയ്യുന്നില്ല. ഇന്ന് അല്ലാഹുവിനെ കുറിച്ച് വീടുകളിൽ ചർച്ച ചെയ്യുന്നില്ല. എത്ര പേര് ഭാര്യമാരുടെ ഖുർആൻ കേട്ടിട്ടുണ്ട്? എത്ര പേര് മക്കളുടെ ഖുർആൻ കേട്ടിട്ടുണ്ട്? എത്ര പേര് ഭാര്യമാരുടെ ഫാത്തിഹ ശരിയാണോ തെറ്റാണോ എന്ന് ഭാര്യക്ക് ഒരു തവണ ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടി 10 തവണ നമ്മൾ ബജാറുകളിലേക്കും മറ്റും പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ ഭാര്യയുടെ ഫാത്തിഹ എന്ന് കേൾക്കാൻ വേണ്ടി 5 മിനിറ്റ് മാറ്റിവെച്ച എത്ര ആൾക്കാരുണ്ടാകും? നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് വീടുകളിൽ ഖുർആന്റെ ഹൽക്കകൾ ഉണ്ടാക്കണം. വീടുകളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള മുദാക്കറകൾ ചെയ്യണം. ഭാര്യയെ കൂട്ടിയിരുത്ത്, മക്കളെ കൂട്ടിയിരുത്ത്, ഏറ്റവും നല്ല ഹദീസിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ വീടുകളിൽ എപ്രകാരമാണോ ആകാശലോകത്തിൽ ഭൂമിയിലുള്ളവർക്ക് ആകാശലോകത്തുള്ളത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി കാണുന്നത്, അപ്രകാരം ആകാശലോകത്തുള്ളവർക്ക് ഭൂമിയിൽ അല്ലാഹുവിന്റെ ഖുർആൻ ചർച്ച ചെയ്യുന്ന അല്ലാഹുവിന്റെ ദിക്റുള്ള വീടുകൾ മിന്നിത്തിളങ്ങി കാണുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വീടുകളാക്കി തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭർത്താവിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അയാൾ രാവിലെ അതിവേഗം എഴുന്നേൽക്കുകയാണ്, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്, ശേഷം ഭാര്യയും ഉണർത്തുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു ഭാര്യയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എങ്ങനെയുള്ള ഭാര്യയാണ് ആ ഭാര്യ? ആദ്യമായി എഴുന്നേറ്റു. സോദരന്മാരെ, മത്സരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മത്സരിക്കണം. എങ്ങനെയുള്ള ഭാര്യയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ആ ഭാര്യ എഴുന്നേറ്റു, ശേഷം 2 റക്അത്ത് നമസ്കരിച്ചു, ശേഷം ഭർത്താവിനെ ഉണർത്തി, ശേഷം ഭർത്താവിനെയും കൂടി നമസ്കരിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ദീനിയായ അവസ്ഥകൾ വീടുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സഹോദരന്മാരെ, ബിലാലിനെ പോലെയുള്ള, തൽഹത്തിനെ പോലെയുള്ള, സെയ്ദിനെ പോലെയുള്ള റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ അങ്ങനെയുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹക്കുകളും ബാധ്യതകളും പൂർത്തീകരിക്കാൻ നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കാൻ നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരുമാറാകട്ടെ. എല്ലാ തിന്മകളും മായ്ച്ച് നന്മകളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിക്കുമാറാകട്ടെ. ഒരുപാട് തിന്മകൾ ചെയ്തു പോയി, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ മഗ്ഫിറത്തിന്റെ വാതിൽ തുറന്നു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരുടെ താഴത്തിലായ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും റാഹത്തും ബറക്കത്തും മനസ്സമാധാനമെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. കടമുള്ളവരുടെ കടം അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി കൊടുക്കുമാറാകട്ടെ. ബാധ്യതകളുള്ളവരുടെ ബാധ്യതകൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ആവശ്യക്കാരുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ മേഖലകളിലും സന്തോഷത്തോടു കൂടി സമാധാനത്തോടും കൂടി ജീവിക്കാൻ അല്ലാഹു നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا رب ارحمهما كما ربياني صغيرا. اللهم إنا نسألك الصحة والعفة والأمانة وحسن الخلق والرضا بالقدر. اللهم إنا نعوذ بك من جهد البلاء وترك الشقاء وسوء القضاء وشماتة الأعداء. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.